അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടായിരിക്കും. ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന, ഒരുപാട് ആളുകളെ പ്രയാസങ്ങൾ മാറുന്ന, ഒരുപാട് ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മജ്ലിസ് ആണ് സ്വലാത്തുൽ ഫാത്തിഹും അതുപോലെ ഹബീബായ തങ്ങളും മഹാന്മാരും പഠിപ്പിച്ച ദിക്റുകൾ ദുആകളാണ് ആ മജ്ലിസിൽ നമ്മൾ ചൊല്ലുക. കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന രൂപത്തിൽ ആ മജ്ലിസിൽ പങ്കെടുത്ത് പുണ്യം നേടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ആളുകളും പരിശുദ്ധമായ അറഫാ ദിവസത്തിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ വലിയ പെരുന്നാളിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. പല ആളുകളും ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടാകും, ഉമ്മമാര് പർദ്ദയൊക്കെ വാങ്ങിയിട്ടുണ്ടാകും, പല ആളുകളും ഉളുഹിയത്ത് ഇറക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ടാകും, പല ആളുകളും സുന്നത്തായ ഉളുഹിയത്ത് ഇറക്കാൻ കരുതിയിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ കാര്യങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി സാധുക്കളായ നമ്മയൊക്കെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ മുത്തു മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങൾ നമ്മൾ ഇന്ന് കഴിഞ്ഞു പോകുമ്പോൾ ഒരായത്ത് നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണോ? അതോടൊപ്പം തന്നെ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണോ? എങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും സർവ്വമുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരികയാണ്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി തരികയാണ്. ഈ പറയാൻ പോകുന്ന ആയത്ത് മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം ഒരു 7 തവണ പറയുക. ഈ പറയാൻ പോകുന്ന ദിക്ർ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം പറയുക. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി നോക്കാം. ഉടനെ ഇജാബത്ത് നൽകുമെന്നുള്ളതാണ്. ഈ ആയത്തോതി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകും. പിന്നെ താമസം ചെയ്യൂല എന്നുള്ളതാണ് ഈ ആയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ മറ്റൊരു ഫലം, പിശാചിന് നമ്മളോട് അടുക്കാൻ കഴിയൂല, നമ്മളെ പയപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പല ഉമ്മമാരും പറയാറുണ്ട്, ഉസ്താദെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിസ്കരിക്കാൻ തോന്നുന്നില്ല, ഖുർആൻ ഓതാൻ നിൽക്കുമ്പോൾ ഖുർആൻ ഓതാൻ തോന്നുന്നില്ല, ഉറക്ക് വരികയാണ്. മുമ്പൊക്കെ ഞാൻ ഒരുപാട് ദിക്ർ ചൊല്ലിയിരുന്നു, ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയിരുന്നു, ധാരാളം നിസ്കരിച്ചിരുന്നു. പക്ഷേ ഇപ്പൊ നിസ്കരിക്കാനൊന്നും കഴിയുന്നില്ല, സുന്നത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് ഉറക്ക് വരികയാണ്. അതിന്റെ കാരണം എന്താ? പിശാച് നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ആയത്ത്, ഈ പറയാൻ പോകുന്ന ആയത്ത് ഓതിക്കഴിഞ്ഞാലോ ശൈത്താന് നമ്മളിലേക്ക് അടുക്കാൻ പോലും കഴിയൂല എന്നുള്ളതാണ്. ശൈത്താന്റെ മുമ്പിൽ ഒരു രക്ഷാ കവചം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചുക്കളുടെ ശർറുകളെ തൊട്ടൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ പിശാചിന്റെ മറ്റൊരു ശല്യമാണ് സിഹിർ. സിഹിറൊക്കെ പിശാചിന്റെ ശർറാണ്. സിഹിറിനെ തൊട്ട് അല്ലാഹു കാക്കും ഈ ആയത്തുകൾ നമ്മൾ പതിവാക്കിയാൽ. അതുപോലെ തന്നെ കണ്ണീറിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മോശമായ കെട്ടുകളെ തൊട്ടും മോശമായ ചിന്തകളെ തൊട്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഓതി കഴിഞ്ഞാൽ നമ്മൾക്ക് സംരക്ഷണം നൽകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമ്മളെ വലത് കൈ തലയിൽ വെച്ചുകൊണ്ട് ഒരു പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ആ യാത്രയിൽ അപകടമില്ലാതെ വളരെ റാഹത്തോടുകൂടെ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത്, എന്ത് കാര്യത്തിനാണോ നമ്മൾ പോകുന്നത്, ആ കാര്യം നിറവേറി റാഹത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളതാണ്. യാത്ര പോകുന്ന എല്ലാ ആളുകളും ഈ ആയത്ത് കാണാതെ പഠിക്കുക തന്നെ വേണം. ഈ അപകടങ്ങൾ പിടിച്ച ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസവും നമ്മളെ നാടുകളിൽ, നമ്മളെ രാജ്യത്ത്, നമ്മളെ നാടുകളിലൊക്കെ എത്ര ആക്സിഡന്റുകളാണ് നടക്കുന്നത്. വാഹനം കൂട്ടിയിടിക്കുന്നു, അതുപോലെ തന്നെ മതിലിൽ പോയി ഇടിക്കുന്നു, അതുപോലെ തന്നെ കടലിൽ പോയി വീഴുന്നു. ഇങ്ങനെ എന്തെല്ലാം അപകടങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവേ, അപകടം പിടിച്ച ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ നീ രക്ഷിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന ഉമ്മമാരുണ്ട്, സഹോദരന്മാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാ, രാവിലെ 6 മണിക്ക് കാണുന്നവരുമുണ്ട്, 1 മണിക്കത്തെ ക്ലാസ് കേൾക്കുന്നവരുമുണ്ട്. അവർക്കൊക്കെ നീ പ്രത്യേക കാവല് നൽകണേ അല്ലാ, നിന്റെ സംരക്ഷണം നൽകണേ റഹ്മാനെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യാത്ര പോകുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ വലത് കൈ തലയിൽ വെച്ചുകൊണ്ട് ഈ പഠിക്കാൻ പോകുന്ന 2 ആയത്തുകൾ നമ്മൾ പതിവാക്കണം. അള്ളാഹു സംരക്ഷണം നൽകും, ഒരു അപകടത്തിലും നമ്മൾ പെടൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാവല് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ മറ്റൊരു അനുഗ്രഹം, ശത്രു ശല്യം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. എത്ര ആളുകൾ പറയുന്നുണ്ട്, ഉസ്താദെ ശത്രുക്കളെ കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ്, കുടുംബത്തിൽ തന്നെ ശത്രുക്കളുള്ള ആളുകളുണ്ട്.
അതുപോലെ തന്നെ അയൽവാസികളിൽ ശത്രുക്കളുള്ള ആളുകളുണ്ട്, കൂട്ടുകാരിൽ ശത്രുക്കളുള്ള ആളുകളുണ്ട്. എത്ര വലിയ ശത്രുവാണെങ്കിലും ഈ ആയത്ത് മുറുകെ പിടിച്ചോ, ശത്രുവിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല. ശത്രുവിനെ നിന്നെ തോൽപ്പിക്കാൻ കഴിയൂല. ശത്രുവിന്റെ മുമ്പിൽ നിനക്ക് തല കുനിച്ചുകൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവൂല. ശത്രുവിന്റെ മുമ്പിൽ നിനക്ക് തല പൊക്കി നടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകും. ശത്രു നിന്റെ മുന്നിൽ പരാജയപ്പെടും. നീ പരാജയപ്പെടാൻ ആഗ്രഹിക്കൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഒരാളും പരാജയപ്പെടണമെന്നോ ഒരാളും നശിക്കണമെന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പറ്റൂല. പക്ഷെ നമ്മളെ ഒരാൾ ആക്രമിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ ആയത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ തൊടാൻ കഴിയില്ല എന്നുള്ളതാണ്. അവന്റെ മുമ്പിൽ നമുക്ക് തല പൊക്കി നടക്കാം, തല കുനിച്ച് നടക്കേണ്ട ഒരു ആവശ്യം വരില്ല. അങ്ങനെ ഒരു സാഹചര്യം തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ആയത്തിന്റെ മറ്റൊരു പവിത്രത. അതുപോലെ തന്നെ സുബ്ഹി നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം ഈ ആയത്ത് നമ്മൾ ഓതണം. വളരെ സിമ്പിളായ ആയത്തുകളാണ്. അത് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ഒരു 3 പ്രാവശ്യം ഓതുക. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം വരെ നമ്മൾ മരിക്കൂല എന്നുള്ളതാണ്. പെട്ടെന്ന് മരണം സംഭവിക്കൂല. പെട്ടെന്ന് മരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്, നമ്മളെ ഭാര്യയുടെ അടുത്ത് സന്തോഷത്തോടെ ഇരിക്കുകയാണ്, അതുപോലെ സന്തോഷത്തോടെ നമ്മളിങ്ങനെ ടൂർ പോവുകയാണ്, സിയാറത്ത് പോവുകയാണ്, ഭർത്താവിന്റെ അടുക്കൽ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്, മക്കളുടെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്, കൂട്ടുകാരുടെ ഇടയിലൊക്കെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മരിച്ചുപോയാൽ എന്തായിരിക്കും നമ്മൾ അവസ്ഥ? അതുപോലെ നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് മരിച്ചുപോയി, തൗബ ചെയ്യാൻ സമയം കിട്ടിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ സമയം കിട്ടിയില്ല, എന്തായിരിക്കും നമ്മളെ അവസ്ഥ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ആയത്ത് പതിവാക്കിയാൽ പെട്ടെന്ന് നമ്മൾ മരിക്കൂല. അതുപോലെ തന്നെ വൈകുന്നേരം അസ്ർ നിസ്കാരത്തിന്റെ ശേഷം അതല്ലെങ്കിൽ മഗ്രിബി നിസ്കാരത്തിന്റെ ശേഷം ഒരു 3 പ്രാവശ്യം ഈ ആയത്തുകൾ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മരിക്കുകയില്ല എന്ന് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നിറവേറ്റി തരുമെന്നുള്ളതാണ്. ഇനി ഒരിക്കലും നടക്കൂല എന്ന് പറഞ്ഞ പല ആളുകളും പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടുണ്ടാവും അല്ലെ. ഒരിക്കലും ഇത് നടക്കൂല എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും പല ആളുകളും മാറ്റിവെച്ചിട്ടുണ്ടാവും. എനിക്കിനി അതൊന്നും ലഭിക്കൂല, ഞാനൊക്കെ പരാജയപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് പല ആളുകളും പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടുണ്ടാവും. ആ ഒരിക്കലും നടക്കൂല എന്ന് നമ്മൾ കരുതിയ കാര്യങ്ങൾ വരെ ഈ ആയത്ത് കൊണ്ട് നിറവേറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ആയത്തിന്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ ഈ ആയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഏതൊരു മുഅ്മിനായ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്താണ്? മുത്തുനബിയെ ഒരു പ്രാവശ്യമെങ്കിലും സ്വപ്നത്തിൽ കാണണമെന്നാണ്. ഉണർവിൽ നമ്മൾ കാണുന്നില്ല, ഹബീബായ തങ്ങളെ കാലത്ത് നമ്മൾ ജീവിച്ചിട്ടില്ല, മുത്തുനബിയുടെ ക്ലാസ് നമ്മൾ നേരിട്ട് കേട്ടിട്ടില്ലല്ലോ. പക്ഷെ ഈ ആയത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഹബീബിനോടുള്ള സ്നേഹം വർദ്ധിക്കും. ഹബീബിനോടുള്ള സ്നേഹം വർദ്ധിച്ചാൽ സ്വപ്നത്തിൽ മുത്തുനബി നമ്മൾ അടുക്കിലേക്ക് വരും. സ്നേഹം വർദ്ധിച്ചാൽ ഉണർവിൽ തന്നെ മുത്തുനബി നമ്മൾ അടുക്കിലേക്ക് വരുമെന്ന് മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ നിസ്കാരങ്ങൾക്ക് ശേഷം 3 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുക. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 3 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുക. അറിയുന്ന ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മതി. ഇന്ന സ്വലാത്ത് എന്നൊന്നുമില്ല. നമ്മൾക്ക് ഏത് സ്വലാത്താണോ ചൊല്ലാൻ തോന്നുന്നത് ആ സ്വലാത്തിന് 3 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം ഈ പറയാൻ പോകുന്ന 2 ആയത്തുകൾ 3 പ്രാവശ്യമോ 7 പ്രാവശ്യമോ 11 പ്രാവശ്യമോ 11ൽ കൂടുതലോ ചൊല്ലുക. അങ്ങനെ ചൊല്ലിയതിനു ശേഷം വീണ്ടും 3 സ്വലാത്ത് നമ്മൾ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും, നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ്. ഈ ആയത്ത് ഏതാണെന്നാണ് പല ആളുകളും ഇങ്ങനെ കാതോർത്ത് നിൽക്കുന്നത്. ഉസ്താദ് എന്താണ് ഈ ആയത്ത് പറയാത്തത്, ഉസ്താദ് എന്താ കൂടുതലായി വിശദീകരിക്കുന്നത് എന്ന് പല ആളുകൾക്കും ചോദിക്കാൻ താല്പര്യം ഉണ്ടാവും അല്ലെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ വലിച്ചു നീട്ടിയതല്ല, നിങ്ങളെ പ്രയാസപ്പെടുത്തിയതല്ല. ഈ ആയത്തിന്റെ അത്ഭുതകരമായ ഫലങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. ഈ ആയത്ത് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. എന്റെ പ്രിയമുള്ളവരെ, സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഈ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലണം. അള്ളാഹു ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ. കാരണം ഇജാബത്ത് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഒന്നുകൂടെ ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
സൂറത്ത് തൗബ ഓതുന്ന സമയത്ത് ബിസ്മി ചൊല്ലാൻ പാടില്ല, അത് ഹറാമാണ്, കറാഹത്താണ് എന്നൊക്കെ മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സൂറത്ത് തൗബ ഓതുന്ന സമയത്ത് ബിസ്മി ചൊല്ലാൻ മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല, മുത്തുനബി സൂറത്ത് തൗബ ഓതിയ സമയത്ത് ബിസ്മിയും ചൊല്ലിയിട്ടില്ല എന്ന് പല ഇമാമിങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ ആയത്ത് ഓതുന്നതോടൊപ്പം നമ്മൾ ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് ഒരു ദിക്ർ കൂടെ പറയണം. ഏതാണ് ദിക്ർ? മാഷാ അല്ലാഹ്. കൂടുതലൊന്നുമില്ല, മാഷാ അല്ലാഹ് അത്രമാത്രം പറഞ്ഞാൽ മതി. ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് മാഷാ അല്ലാഹ്, ഇങ്ങനെ മാഷാ അല്ലാഹ് പറഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു പെട്ടെന്ന് ഇജാബത്ത് നൽകും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഇജാബത്ത് നൽകാൻ താമസം പിടിച്ചു, പെട്ടെന്ന് ഇജാബത്ത് കൊടുത്തില്ല. അല്പം കഴിഞ്ഞാണ് മൂസാ നബിയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഇജാബത്ത് നൽകിയത്. അപ്പൊ മൂസാ നബിയുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടാൻ മൂസാ നബി ചെയ്ത അമൽ എന്താണെന്നറിയോ? പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ്, അള്ളാഹുവിനോട് ചോദിക്കുന്നതിന്റെ മുമ്പ് മൂസാ നബി പറഞ്ഞു മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അതിനുശേഷം മൂസാ നബി പ്രാർത്ഥനയിലേക്ക് കടന്നു. പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ മാഷാ അല്ലാഹ് പറയുക. ഈ പവിത്രമായ ദിവസങ്ങളിലൊക്കെ അള്ളാഹു പറയാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് രാവിലെ നടക്കുന്ന മജ്ലിസിൽ എല്ലാ ആളുകളും പങ്കെടുക്കുക. ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് റാഹത്ത് ലഭിക്കുന്നുണ്ട്. നമുക്ക് കറാമത്തോ അതല്ലെങ്കിൽ മറ്റ് അത്ഭുത സിദ്ധികളൊന്നുമില്ല, പക്ഷെ നമ്മൾ ചെല്ലുന്നത് സ്വലാത്തുൽ ഫാത്തിഹയാണ്, ഫാത്തിഹാണ്. അതുപോലെ തന്നെ ദിക്റുകൾ, മഹാന്മാര് പഠിപ്പിച്ച ദിക്റുകളാണ്, മുത്തുനബി പഠിപ്പിച്ച പ്രാർത്ഥനകളാണ്. അതിന്റെ ഫലം കൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാകും, റാഹത്ത് ലഭിക്കും, സന്തോഷം ലഭിക്കും. അതിൽ യാതൊരുവിധ സംശയമില്ല. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.